ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് അനക് മേരി. ഞാൻ അയർലൻഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. എനിക്കിപ്പോൾ ഒരു കുഞ്ഞു വാവയുണ്ട്, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞൊരു വാവയുണ്ട്. അപ്പോൾ അവന് വീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രോഡക്ട്സ് എല്ലാം ഞാൻ വ്യൂ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം. പിന്നെ ഒന്നുകൂടി പറയട്ടെ, ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ കയ്യിൽ പൈസ കൊടുത്തിട്ട് സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് നോക്കി അനുസരിച്ച് മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്ട്സിൽ ചെക്ക് ചെയ്യാം. പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ബാബുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഒത്തിരി അന്വേഷിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയ കുറച്ച് സംഭവങ്ങളാണ് അവന് വേണ്ടി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് വേഗം തന്നെ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ഞാൻ മേടിച്ചത് ഈ ഒരു ടീത്തറാണ്. അതായത് ബാബയ്ക്ക് പല്ലൊക്കെ മുളയ്ക്കാറായിട്ടുണ്ട്. അപ്പം തടിപ്പുണ്ട്, മോണയ്ക്ക് നല്ല തടിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ടീത്തർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൈ പിടിക്കുന്ന ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഒക്കെ ആകുമ്പോൾ ഇത് കൊടുക്കാം. അവർ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചോളും. അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചപ്പം ഇത് വേണമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. പ്രോഡക്ട്സ് എല്ലാം ഞാൻ വ്യൂ പ്രൊഡക്ട്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. സെക്കൻഡ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് ഒരു സ്റ്റെറിലൈസറാണ്. അതായത് ഫിലിപ്സിൻ്റെ സ്റ്റെറിലൈസറാണ് ഞാൻ വാങ്ങിയത്. അത്യാവശ്യം റിവ്യൂസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ്. കാരണം ഭാവിക്ക് ബോട്ടിൽസ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ. ഞാൻ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് അവൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എങ്ങാനും ബോട്ടിൽ ഫീഡിങ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഭാവിയിലാണെങ്കിലും മിൽക്ക് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ. സോ അതിനുവേണ്ടി വാങ്ങിയതാണ്. നമുക്ക് അയർലൻഡിൽ നല്ല റേറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കറൻ്റ്ലി വെക്കേഷൻ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് ഫിലിപ്സിൻ്റെ സ്റ്റെറിലൈസറാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് ബേബി ഫിംഗർ ടൂത്ത് ബ്രഷ് ആണ്. പല്ലൊക്കെ മുളച്ച് കഴിയുമ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിലൊരു ബ്രഷ് ഉണ്ട്. നമുക്കിതിങ്ങനെ പൊട്ടിച്ചിട്ട്, ഞാനിത് പൊട്ടിക്കുന്നില്ല ഇപ്പോൾ, കാരണം നമുക്ക് അതങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ജസ്റ്റ് ഇതിലിങ്ങനെ പാക്കറ്റായിട്ട് വരുന്നുണ്ട്. പാക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. അതിലൊരു ബ്രഷാണുള്ളത്. നമുക്കിങ്ങനെ ഫിംഗർ കയറ്റിയിട്ട് വായിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ നമുക്ക് ഇതിന്റെ പാക്കറ്റിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇത് നോവോ ബേബി അങ്ങനെ എന്തോ ബ്രാൻഡിന്റെ പേര്. ബാബു ഉറങ്ങുമായിരുന്നു, ഇപ്പൊ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് തീർന്നു, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാവും. സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബേബി ഫീഡർ ആണ്. ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാം ഒന്നും പൊട്ടിക്കുന്നില്ല. ഇത് ടോണി സ്റ്റാർക്കിന്റെ ആണ്. ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട്, ഇത് കുറെ പേർക്കൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇതൊരു സ്പൂൺ ഉണ്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂടിയുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പം നമ്മളിത് തുറന്നു കഴിഞ്ഞ് നമുക്ക് വേണ്ട കുറുക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മളിങ്ങനെ വെച്ചിട്ട് നിറച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൂട്ടി, ഇതിപ്പോൾ പൂട്ടുന്നത് ഇത് ലീക്ക് അടിക്കാണ്ടിരിക്കാനാണ്. നമുക്കിത് പൂട്ടേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. ഈ സ്പൂണിൽ കൂടെ ജസ്റ്റ് സ്ക്വീസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ അവർക്കത് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കുറേ പേരുടെ കയ്യിലുള്ളത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ അവന് യൂസ് ചെയ്യണം ഇനി. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു വിസ്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു വിസ്കാണ് അടുത്തത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേബി ഫുഡ് മാഷർ ആണ്. ലൗലാപ്പിന്റെ ആണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പം പൊട്ടറ്റോ മാഷ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് വേവിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഇതിന്റെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ വര പോലെ ഉണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം കണ്ടല്ലേ. അപ്പൊ ഇവിടെ കൂടെ നമ്മൾ മാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സിലിക്കോൺ നിബ്ലർ ആണ്. ഇതിന്റെ പ്രത്യേകത, ഇതും കുറെ പേര് കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമുക്കിങ്ങനെ, ഇതിപ്പോ ഞാൻ പൊട്ടിക്കുന്നില്ല, നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് രണ്ട് പീസ് ഉണ്ട്. ഒരെണ്ണം നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്ത് 2 എണ്ണം വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഒരെണ്ണം ഇത് കവറാണ്, ഇതിൻ്റെ അകത്ത് സംഭവമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട്
കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിക്കുമ്പോൾ ഇതിന്റെ ഹോൾസ് ഉണ്ട്, ഈ അറ്റത്ത് കുറച്ച് ഹോൾസ് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഹോൾസിൽ കൂടെ അവർക്ക് സ്ക്വീസ് ചെയ്ത ഒരു ജ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ, ഫ്രൂട്ട്സ് അതിലോട്ട് ചെലുത്തില്ല. അപ്പൊ അവർക്ക് ചോക്കിങ്ങിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അതിനാണ് ഇത് മേടിച്ചിരിക്കുന്നത്, സിലിക്കോൺ നിബ്ലർ. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഇതിങ്ങനെ ഒരു സിപ്ലോ കവറിലാണ് വരുന്നത്. ഇതിന് തന്നെ വേറെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതാണ് എനിക്ക് കുറച്ചൊരു അഫോർഡബിൾ ആയിട്ട് തോന്നിയത്, അപ്പൊ ഞാൻ ഇതാണ് വാങ്ങിയത്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്. ഇതിൽ ഓരോന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിപ്പോൾ മാഷ് ചെയ്ത പൊട്ടറ്റോ അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, കണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വാ പൊട്ടില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്, സിലിക്കോൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കും. ഞാൻ ഇവൻ ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ ഒത്തിരി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. ഈ സ്പൂൺ ഒത്തിരി ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ അതിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വരുന്നത് ഈ ഒരു ഫുഡൊക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഫുഡ് കൊടുക്കുമ്പോൾ അതൊക്കെ ഇവിടെ കളക്ട് ചെയ്തോളൂ. ഇതൊക്കെ കുറച്ചൊരു വലുതായി കഴിയുമ്പോൾ ആവശ്യം വരത്തുള്ളൂ. പിന്നെ അവർക്കൊരു പ്ലേറ്റ് ഉണ്ട്. ഇതിന്റെ കളർ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കാണാനായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെറിലൈസർ അല്ലേ, നമുക്ക് ആ സ്റ്റെറിലൈസർ വെച്ചിട്ട് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കിയാണ് ഞാൻ വാങ്ങിയത് ഭാവിക്ക്. പിന്നെ ആ പാക്കറ്റിലുള്ള വേറൊരു സംഭവമാണ് ഈ ഒരു പാത്രം. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രമാണ്. അപ്പൊ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുട്ടി ഫോർക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു കുട്ടി സ്പൂൺ വരുന്നുണ്ട്. പിന്നെ ഈ പ്ലേറ്റ് ഐറ്റമിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊരു വാക്യൂം പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും. അവരിങ്ങനെ തട്ടിയാലൊന്നും പോകത്തില്ല, അവരിങ്ങനെ തട്ടി തെറിപ്പിക്കുമല്ലോ കുഞ്ഞുങ്ങളാകുമ്പോൾ. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇത് അത്രയും സേഫ് ആണ്, ടേബിളിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോളും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ തുറക്കാനും അടക്കാനും പറ്റും. ഇതിന്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ളും ഹോൾസ് ഉണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ഈ ആപ്പിൾ അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ നമ്മൾ പീസ് ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലോ വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. വേവിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ എല്ലായിടത്തും കൂടെ ഇങ്ങനെ ആവി കയറുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വരും, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ വെന്ത് വരും. സോ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്, കണ്ടില്ലേ. എനിക്ക് തുറക്കാനും അടക്കാനും പറ്റും. സോ ഇതാണ് അടുത്ത പ്രോഡക്ട്സ് ഒക്കെ ഞാൻ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാവയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ, നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 വീഡിയോ ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ദയവ് ചെയ്തിട്ട് ചാനൽ കയറി നോക്കിയാൽ മതിയായിരിക്കും. അവിടെ വീഡിയോ എന്തായാലും വൈകുന്നേരം 5:30 ഉണ്ടായിരിക്കും, നാട്ടിലെ ടൈം. ഓക്കെ, അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൊക്കെ ടപ്പ് ചെയ്തടിച്ചു പഠിക്കുക. അപ്പൊ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്. കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ട് നമുക്ക്. തുറക്കാൻ പറ്റുന്നതല്ല. പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതെല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അണുവിമുക്തമാക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സോ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നോ അണുക്കൾ വരുമെന്ന് പേടിക്കേണ്ട. ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടോ, ഇതും കൂടെ പറഞ്ഞോട്ടോ പൊന്ന, പ്ലീസ്.